വയനാട് താമരശ്ശേരി ചുരത്തിൽ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയന്ത്രണങ്ങളോടെ കടത്തിവിട്ടു തുടങ്ങി. എന്നാൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം തുടരുകയാണ്. അതേസമയം ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കുണ്ട്. PS അർജുൻ ചേരുകയാണ്. അർജുൻ, എന്താണ് അവസ്ഥ? ഏറെക്കുറെ സാധാരണഗതിയിലേക്ക് നീങ്ങുകയാണ് വാഹന ഗതാഗതം, അല്ലേ? പ്രദീപുള്ള ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഏകദേശം സാധാരണഗതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളാണ് ഈ വഴി കടത്തിവിടുന്നത്. മറ്റ് അവശ്യ സേവനങ്ങളും ഇതിലൂടെ കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഈ നിരത്തിലൂടെ കടത്തിവിട്ടത്, അതല്ലെങ്കിൽ ഈ ചുരം പാതയിലൂടെ കടത്തിവിട്ടതെങ്കിൽ ഇപ്പോൾ അത് മാറി ഈ ചുരത്തിൽ വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. KSRTC അടക്കമുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. അതായത് ഒരു മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കൊഴികെ മറ്റു വാഹനങ്ങളൊക്കെ കടത്തിവിടാനുള്ള ഒരു സാധ്യത ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ചെറിയൊരു മഴ ഇന്ന് രാവിലെയുണ്ട്. ചാറ്റൽ മഴ മാത്രമാണ്, അതുകൊണ്ട് അത് വലിയ രീതിയിൽ ഭയപ്പെടാനില്ല. വലിയ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും ഈ മണ്ണ് താഴേക്ക് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചുരം അടച്ചിടാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ, ഓൺലൈൻ യോഗത്തിൽ കളക്ടർ അടക്കമുള്ള, അതായത് വയനാട് കളക്ടറും കോഴിക്കോട് കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഓൺലൈൻ യോഗത്തിൽ തീരുമാനമായത്. അതുകൊണ്ട് തന്നെ വലിയ മഴ വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ചുരം അടച്ചിടേണ്ട ഒരു സ്ഥിതിയാണ് വരിക. പക്ഷേ ഇന്ന് രാവിലെ നമുക്കിവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. വലിയ രീതിയിൽ പേടിക്കാനില്ല. മുകളിൽ നിന്ന് ഇപ്പം നമുക്ക് വെള്ളം ഒലിച്ചു വരുന്നത് കാണാം. അത് കൃത്യമായി തന്നെ സ്വാഭാവികമായിട്ടും മറ്റിടങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. അത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കൃത്യമായി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മണ്ണ് സംരക്ഷണ വിദഗ്ധരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മണ്ണ് താഴോട്ട് വന്നതല്ല. ഇവിടുത്തെ പ്രധാന മറ്റു സ്ഥലങ്ങളിലൊക്കെ മണ്ണ് താഴേക്ക് വരുന്ന, ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുകയെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാറ കഷ്ണങ്ങൾ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് പാറകൾ താഴേക്ക് വന്ന് റോക്ക് സ്ലൈഡിങ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. അത്തരത്തിൽ മണ്ണല്ല കൂടുതലായി വന്നിട്ടുള്ളത്, പാറകളാണ് പാളികളായി നിൽക്കുന്നത്. അതായത് മുകളിൽ പാളികളായി നിൽക്കുന്ന കല്ലുകളുണ്ട്, പാറ കഷ്ണങ്ങളുണ്ട്. അവ താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഭയപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും. കഴിഞ്ഞ ദിവസം കളക്ടർ അടക്കം വന്നിരുന്നു. ഇവിടെ കോഴിക്കോട് ജില്ലാ കളക്ടർ അടക്കം ഇവിടെ എത്തുകയുണ്ടായിരുന്നു. വയനാട് ജില്ലാ കളക്ടർ അടക്കം എത്തുകയുണ്ടായിരുന്നു. മുൻ മണ്ണ് സംരക്ഷണ വിദഗ്ധൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു. കാരണം ഇവിടെയുള്ള ഹോം സ്റ്റേകൾ, ടൂറിസ്റ്റ് പ്ലേസുകൾ, ഇവിടെയൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ വലിയ പരിതാപകരമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ചുരത്തിലെ ഈ ഒരു പ്രശ്നം കാരണം പലർക്കും വയനാട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും പ്രധാനമായും പ്രധാന ആവശ്യങ്ങൾക്ക് പോകേണ്ടവർക്ക് ചുരത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരത്തിലൂടെ ഇന്ന് യഥേഷ്ടം വാഹനങ്ങൾ പോകുന്നുണ്ട്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്ന് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അർജുൻ പറയുന്നത്. വെറും മണ്ണിടിച്ചിലല്ല, ലാൻഡ് സ്ലൈഡ് അല്ല, റോക്ക് സ്ലൈഡാണ്. പാറ കഷ്ണങ്ങളാണ് പൊട്ടി താഴേക്ക് പതിക്കുന്നതെന്നാണ്